ഹായ് ഹലോ സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കിടിലൻ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഈ സമൂസ ഒരു വെറൈറ്റിയാണ്, കാരണം ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പം ചെമ്മീൻ വെച്ചിട്ടുള്ള സമൂസ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ് അതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മളെപ്പോഴും ചിക്കനും വെജിറ്റബിളൊക്കെ വെച്ചിട്ടാണല്ലോ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് ചെമ്മീൻ വെച്ചിട്ടുള്ള സമൂസ നമുക്ക് നോക്കാം. പിന്നീട് അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ചെമ്മീൻ കഴുകി മാറ്റി വെച്ചിരുന്നേ മുറിച്ചത്. അപ്പോൾ അതിൻ്റെ തലയൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തു വെച്ച ചെമ്മീനാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. അപ്പം ആ ചെമ്മീനിലേക്ക് ആ മുളകിൻ്റെ എല്ലാ ഐറ്റം മുളകും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീനും സവാള എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് മൂടി വേവിച്ചെടുക്കുക. അടച്ച് മൂടി ഒന്ന് വേവിച്ചതിന് ശേഷം അത് തുറന്ന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ മസാല റെഡിയാക്കാനായിട്ട്. ഇനി നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് വെച്ച് നമുക്ക് സമൂസ ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സമൂസൻ്റെ ഷീറ്റ് റെഡിമെയ്ഡ് വാങ്ങിയതായിരുന്നു, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇങ്ങനെ മൈദപ്പൊടി കലക്കി ലേശം പശയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒട്ടിക്കാനായിട്ട്. അങ്ങനെ ഒട്ടിച്ച് അതിലേക്ക് റെഡിയാക്കി വെച്ച മസാല ഇട്ട് നമുക്ക് ഓരോ സമൂസയും ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സമൂസയാണ് ചെമ്മീൻ സമൂസ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.